നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് പോകാം. നിലമ്പൂരിൽ ചിത്രം വളരെ പെട്ടെന്ന് മാറിമറിയുകയാണ്. അവിടെ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. BJP കേന്ദ്ര നേതൃത്വമാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. നിലമ്പൂർ സ്വദേശിയായ അഭിഭാഷകനാണ് അദ്ദേഹം. കേരള കോൺഗ്രസിൽ നിരവധി കാലം പ്രവർത്തിച്ച ആ അഭിഭാഷകൻ ഇപ്പോൾ BJP അംഗത്വം സ്വീകരിച്ച പാർട്ടി സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നു. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഇത്രയും ദിവസമായി നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യമാണ് ഉയർന്നിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തന്നെ അപ്രസക്തമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായൊരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ള തരത്തിൽ BJP സംസ്ഥാന നേതൃത്വം അഭിപ്രായം പറഞ്ഞിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, അതും നിലമ്പൂർ സ്വദേശിയായ അഭിഭാഷകൻ. കൂടുതൽ വിവരങ്ങൾ ഗൗതം. വിനോദേ, ഇന്നിപ്പോൾ BJPയുടെ ദേശീയ നേതൃത്വമാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ നിലമ്പൂരിൽ കളത്തിലിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇദ്ദേഹം കേരള കോൺഗ്രസിലൂടെ ഏതാണ്ട് 47 വർഷക്കാലം പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായി നിലമ്പൂർ കേന്ദ്രീകരിച്ചും മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചും രംഗത്തുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 47 വർഷമായി ഇദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ്. കേരള കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. ഒപ്പം മർത്തോമ സഭയുടെ കൗൺസിൽ മെമ്പർ അംഗമാണ് ഇദ്ദേഹം. സഭയ്ക്കകത്തും അതോടൊപ്പം തന്നെ വിവിധ ക്രൈസ്തവ സംവിധാനങ്ങൾക്കകത്തും നിർണായക സ്വാധീനമുള്ള ഒരു ക്രൈസ്തവ നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോഹൻ ജോർജിനെ പോലെയുള്ള 62 വയസ്സുള്ള വളരെ അനുഭവ സമ്പത്തുള്ള ഒരു നേതാവിനെ നിലമ്പൂരിൽ കളത്തിലിറക്കുവാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന ഘടകം കഴിഞ്ഞ ദിവസങ്ങളിൽ മോഹൻ ജോർജുമായി നേരിട്ട് സംസാരിക്കുകയും സ്ഥാനാർത്ഥിയാകുവാൻ താല്പര്യമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആദ്യഘട്ടം നടത്തിയിരുന്നു. അതിൽ മോഹൻ ജോർജ് യേസ് പറഞ്ഞ സാഹചര്യത്തിലാണ് പിന്നീട് ഒരൊറ്റ പേര് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് മുന്നിലേക്ക് അയച്ചത്. എന്തായാലും BJP ദേശീയ നേതൃത്വം ഇന്നിപ്പോൾ രാവിലെ മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള റിലീസ് BJPയുടെ ദേശീയ കാര്യാലയത്തിൽ നിന്നും പുറത്തു വന്നതോടുകൂടി നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ BJP സ്ഥാനാർത്ഥി ആരാകും എന്നത് സംബന്ധിച്ചുള്ള വലിയ ആകാംക്ഷ പൊതുസമൂഹത്തിനിടയിലും രാഷ്ട്രീയ കേരളത്തിലും നിലനിന്നിരുന്നു. കാരണം BJP കൂടി എത്തിയാൽ മാത്രമേ അതൊരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുകയുള്ളൂ. എന്തായാലും നിലമ്പൂരിലും കനത്ത ത്രികോണ മത്സരം ഉണ്ടാകും. വലിയ മത്സരം കാഴ്ചവെക്കാൻ BJP രംഗത്തുണ്ട് എന്ന കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ മുൻ നേതാവ് കൂടിയായിട്ടുള്ള മോഹൻ ജോർജിനെ ഈ നിലമ്പൂരിൽ മത്സരിപ്പിക്കുവാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സഖ്യകക്ഷികളോട് മത്സരിക്കാനുള്ള താല്പര്യം പാർട്ടി ആരാഞ്ഞിരുന്നു. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ആസന്നമായിരിക്കുകയാണ്. അതിനായുള്ള വലിയ പ്രവർത്തനങ്ങൾ, വലിയ മിഷണറി പ്രവർത്തനങ്ങൾ BJP സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ഘട്ടത്തിൽ ഈ ഒരു അനാവശ്യ തെരഞ്ഞെടുപ്പിലേക്ക് എടുത്തു ചാടണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആദ്യഘട്ടം നടക്കുകയും സഖ്യകക്ഷിയായ BDJS-നോട് അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന ഒരു കാര്യം ആരാഞ്ഞിരുന്നു. കാരണം BDJS അവിടെ നേരത്തെ മത്സരിക്കുന്ന ഘട്ടത്തിൽ 12,000-ഓളം വോട്ടുകൾ പിടിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. എന്നാൽ BDJS-ന് മത്സരിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല എന്നറിയിച്ച പശ്ചാത്തലത്തിലാണ് BJP തന്നെ അവിടെ സ്വന്തം നിലയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ വലിയ മുന്നേറ്റം BJP നടത്തിയിരുന്നു. അവിടെ വയനാട് രാഹുൽ ഗാന്ധിക്കെതിരെ BJPയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനും കരുത്തനായ നേതാവുമായ K. സുരേന്ദ്രൻ അദ്ദേഹം മത്സരിച്ച ഘട്ടത്തിൽ 17,000-ലധികം വോട്ടുകളാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ BJP പിടിച്ചത്. അതിന് മുൻപൊന്നും BJPക്ക് അവിടെ കാര്യമായ വോട്ട് വിഹിതം ലഭിച്ചിരുന്നില്ല. ഏറ്റവും കൂടുതൽ BJPക്ക് ലഭിച്ച വോട്ട് 8,000-ആണ്. ഒരു ഘട്ടത്തിൽ BDJS-ന് അവിടെ 12,000 വരെ ലഭിച്ചിട്ടുണ്ടെങ്കിലും BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഏറ്റവും വലിയ വോട്ട് എന്നത് K. സുരേന്ദ്രൻ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ 17,000-ഓളം വോട്ടുകൾ പിടിച്ചതാണ്. അതായത് BJPക്ക് വോട്ട് ചെയ്യാൻ നിലമ്പൂരിൻ്റെ മനസ്സ് ഒരുങ്ങുന്നു എന്ന സന്ദേശം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകിയിരുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ മോഹൻ ജോർജ് എന്ന ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുകയാണ് BJP. തീർച്ചയായും വ്യക്തമാണ്. നിലമ്പൂരിൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുകയാണ്. BJP സ്ഥാനാർത്ഥിയെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് സ്ഥാനാർത്ഥി. മലപ്പുറത്ത് നിന്നും ശിവദാസ് കൂടി ചേരുന്നു. ശിവദാസ്, നിലമ്പൂരിലെ ചിത്രം വ്യക്തമാവുകയാണ്. മത്സരം അങ്ങനെ നേരിട്ടുള്ള മത്സരമല്ല, ത്രികോണ മത്സരം. ഒരുപക്ഷെ അൻവർ കൂടി മത്സരിക്കുകയാണെങ്കിൽ ചതുഷ്കോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. BJP സ്ഥാനാർത്ഥി ആരാണ് എന്നതിനെ സംബന്ധിച്ച വലിയ ചർച്ചകളാണ് നടന്നിരുന്നത്. BJP തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ മറ്റ് കക്ഷികൾ ഉയർത്തിയിരുന്നു. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ദേശീയ നേതൃത്വം തന്നെ ഇപ്പോൾ നിലമ്പൂരിലെ തന്നെ
പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ശിവദാസ്. വിനോദ്, ഇപ്പോൾ നിലമ്പൂരിലെ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. BJP കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇതോടെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനാണ് നിലമ്പൂർ കളം ഒരുങ്ങുന്നത്. കാരണം പ്രത്യേകിച്ച് ഇനി PV അൻവർ കൂടി മത്സര രംഗത്തേക്ക് വരികയാണെങ്കിൽ ശക്തമായ ഒരു മത്സരം തന്നെയായിരിക്കും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. നമുക്കറിയാം, അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നിലമ്പൂരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. നിലമ്പൂരിലെ സാധാരണക്കാർക്ക് ഇടയിലടക്കം അദ്ദേഹം വർഷങ്ങളായി പ്രവർത്തിച്ചുള്ള ഒരു പരിചയം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരുകാർക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇല്ല. കേരള കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. കേരള കോൺഗ്രസ് ബിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. കഴിഞ്ഞ 47 വർഷമായി കേരള കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലമ്പൂരിലെ മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം തന്നെ നിറസാന്നിധ്യമായിരുന്നു. പ്രത്യേകിച്ച് സഭകളിലെല്ലാം തന്നെ സജീവ പ്രവർത്തകനായിരുന്നു. മാർത്തോമ സഭയുടെ സജീവ പ്രവർത്തകനായിരുന്നു. നിരവധി സ്ഥാനങ്ങളിൽ അദ്ദേഹം, സഭയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സ്ഥാനങ്ങളിൽ അദ്ദേഹം ചുമതല വഹിച്ചിരുന്നു. ഇങ്ങനെ ഈ കൃത്യമായി തന്നെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയുന്ന, സാധാരണക്കാർക്ക് ഇടയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ BJPക്ക് ഒരു അനുകൂല നേട്ടമാകും. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ മലയോര മേഖലയിലെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു ക്രിസ്ത്യൻ സഭയ്ക്കും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിനും എല്ലാം തന്നെ സ്വാധീനം ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വാധീനം കൂടി ഈ ഒരു BJPയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അത് വലിയ പങ്ക് വഹിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ PV അൻവർ കൂടി മത്സര രംഗത്ത് വരികയാണെങ്കിൽ ശക്തമായ ഒരു മത്സരം തന്നെയായിരിക്കും ഉണ്ടാവുക. അതായത് BJPയുടെ സ്ഥാനാർത്ഥിയുടെ ഈ ഒരു രംഗപ്രവേശനം കൂടി അത് വളരെ നിർണായകം തന്നെയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം 5% കൂടുതൽ വോട്ട് BJPക്ക് ഉണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ തവണ 2016 BDJS ഈ മണ്ഡലത്തിൽ മത്സരിച്ച സമയത്ത് 13,000-ഓളം വോട്ടുകൾ പിടിച്ചിരുന്നു. അതിനുശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ മത്സരിച്ച വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ നിലമ്പൂരും വയനാട് പാർലമെന്റിന്റെ ഭാഗമാണ്. ആ നിലമ്പൂരിൽ നിന്ന് മാത്രം 18,000-ഓളം 17,500-ൽ കൂടുതൽ വോട്ടുകൾ സുരേന്ദ്രന് ലഭിച്ചിരുന്നു. അതായത് കൃത്യമായ ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. BJPക്ക് അടിത്തറയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ക്രിസ്ത്യൻ സഭയുടെ കൂടി പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടി വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇപ്പോൾ നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചതോടെ നിലമ്പൂരിലെ കൃത്യമായ ഒരു ചിത്രം കൂടിയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ BJP കളത്തിൽ ഇറക്കിയത് എന്നത് വ്യക്തമാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ സാധാരണക്കാരെ കുറിച്ച് കൃത്യമായി അറിയുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നിലവിൽ ഇവിടെ മലയോര പ്രദേശം ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ്, വനയോര പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാടിനോട് ചേർന്ന് കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച നിരവധി ആളുകൾ ഉണ്ട്. അവരുടെ എല്ലാം തന്നെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. പതിറ്റാണ്ടുകളായി ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. സാധാരണക്കാരായ ജനങ്ങൾ മോഹൻ ജോർജിനൊപ്പം നിൽക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും BJP കൂടി ഇപ്പോൾ മത്സര രംഗത്ത് വന്നതോടെ നിലമ്പൂരിലെ ചിത്രം തെളിഞ്ഞിരിക്കുന്നു. ശക്തമായ ഒരു പ്രചാരണത്തിന് തന്നെയാണ് എല്ലാ മുന്നണികളും, BJP അടക്കമുള്ള മറ്റ് എല്ലാ മുന്നണികളും ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. വിനോദ്, അതെ, അതേപോലെ തന്നെ ശിവദാസ, ഇവിടെ മത്സരം അങ്ങനെ കൃത്യമായി ദേശീയ പാർട്ടികൾ, അതായത് BJP, കോൺഗ്രസ്, CPM, ഇവിടെ PV അൻവർ കൂടി മത്സരിക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്, അങ്ങനെ ശക്തമായ ദേശീയ പാർട്ടികൾ ശക്തമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായി മാറുമല്ലോ. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയോര കർഷകരുടെ പ്രതിനിധി കൂടിയായി വരുമ്പോൾ സ്വാഭാവികമായും അവിടെ BJP ശക്തമായ മുന്നേറ്റം നടത്തും, അല്ലെങ്കിൽ ശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ശിവദാസ്. തീർച്ചയായും അത്തരത്തിൽ നിലമ്പൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ ദേശീയ പാർട്ടികൾ ഒരുമിച്ച് ഏറ്റുമുട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. NDAയും അതോടൊപ്പം തന്നെ കോൺഗ്രസും CPM-ഉം അടക്കമുള്ള കക്ഷികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. PV അൻവർ മത്സരിക്കാൻ ഒരുങ്ങുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായാണ് PV അൻവർ മത്സര രംഗത്തേക്ക് വരുന്നത്. ഇങ്ങനെ ദേശീയ പാർട്ടികൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ട്. ഇപ്പോൾ BJP കൂടി
ഇവിടെ മത്സര രംഗത്തേക്ക് ശക്തമായി തന്നെ കടന്നു വന്നിരിക്കുന്നു. ഒരു ശക്തമായ പോരാട്ടം തന്നെ കാഴ്ചവെക്കാൻ BJPക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം BJPക്ക് അടിത്തറയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് BJPക്ക് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത്. മാത്രമല്ല നിലവിൽ ഇവിടെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയെല്ലാം തന്നെ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി നിലമ്പൂർ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഈ വന്യജീവി ആക്രമണവും എല്ലാം തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു മണ്ഡലമായി നിലമ്പൂർ മാറിയിട്ടുണ്ട്. റോഡുകളെല്ലാം തന്നെ തകർന്ന ഒരു അവസ്ഥയിലാണ്. അത്തരത്തിൽ എല്ലാ മേഖലയിലും തകർച്ച നേരിട്ട ഒരു മണ്ഡലം കൂടിയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം. ഇവിടെ LDFും UDFും മാറി മാറി ഭരിച്ചിരുന്നു. MLA ആയിട്ടുണ്ട്. LDFിന്റെ പ്രതിനിധിയും UDFിന്റെ പ്രതിനിധിയും മാറി മാറി ഇവിടെ MLA ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ UDFിന്റെ MLA ആയിരുന്നു. 1987 മുതൽ 2016 വരെ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു ഇവിടെ MLA ആയി രംഗത്തുണ്ടായിരുന്നത്. പക്ഷേ കാര്യമായ സൗകര്യങ്ങളൊന്നും തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം 2 തവണ PV അൻവർ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ MLA ആയി പ്രതിനിധാനം ചെയ്തു. അതിനുശേഷം PV അൻവറിന്റെ ഭാഗത്തു നിന്ന് വാഗ്ദാനങ്ങൾ മാത്രമാണ് ഉണ്ടായത്. കൃത്യമായൊരു നടപടികളൊന്നും തന്നെ നിറവേറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. നിലമ്പൂരിൽ ചിത്രം വ്യക്തമാവുകയാണ്. BJP കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് BJP സ്ഥാനാർത്ഥി. നിലമ്പൂരിലെ പ്രമുഖ അഭിഭാഷകനാണ്. 4 പതിറ്റാണ്ട് കാലം രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിലനിൽക്കുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അദ്ദേഹമാണ് BJP സ്ഥാനാർത്ഥിയായി ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത്. PV അൻവർ കൂടി മത്സരിക്കുന്നതോടുകൂടി നിലമ്പൂരിൽ ചതുഷ്കോണ മത്സരത്തിനാണ് സാധ്യത തെളിയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനവും ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണനും.